നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീ സീസണിൽ റയൽ മാഡ്രിഡ് ഇന്ന് ഓസ്ട്രിയൻ ക്ലബിനെതിരെ കളിക്കാനിറങ്ങിയാണ്. WSG ടിറോളിനെതിരെ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 അവർ കളിക്കാനിറങ്ങുന്നത്. റയൽ മാഡ്രിഡ് സീസണിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ ഇന്ന് സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാകും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡ് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ, ല്യൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരും, ഡിഫൻഡർമാരായിട്ട് കർവാഹൽ, എദർ മിലിറ്റാവോ, അലാബ, ട്രെൻഡ്, അസെൻസിയോ, കഴേറസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, ഹുയിസന്, ഡിയേഗോ അഗ്വാഡോ എന്നിവരും, മധ്യനിരയിലേക്ക് ഷൂമനി, ആർദ ഗ്യൂളർ, സബിയോസ്, തിയാഗോ, റോബർട്ടോ മാർട്ടിൻ എന്നിവരുമാണ്. മുന്നേറ്റത്തിൽ വിനി ജൂനിയർ, എംബാപ്പെ, റോഡ്രിഗോ, ഗോൺസാലോ, ബ്രാഹിം, യാനസ് എന്നിവരുണ്ട്. അപ്പോൾ ആദ്യ 11 ആരൊക്കെ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഇങ്ങനെയായിരിക്കും റയലിൻ്റെ ഫസ്റ്റ് 11. ഗോൾ കീപ്പറായിട്ട് തിബോട്ട് കോർട്ടുവ, ഡിഫൻസിൽ മിലിറ്റാവോയും ഹുയിസനും അവരുടെ സെൻറ്റർ ബാക്ക്മാരുടെ റോൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇരു പാർശ്വങ്ങളിലായിട്ട് ട്രെൻഡും കഴേറസും ഉണ്ടാകും. മധ്യനിരയിൽ ഷൂമനി, സബയോസ്, ആർദ ഗ്യൂളർ എന്നിവരായിരിക്കും. മുന്നേറ്റത്തിൽ ഗോൺസാലോയും എംബാപ്പയും വിനി ജൂനിയറും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കും. ഇതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. റയലിനെ സംബന്ധിച്ചിടത്തോളം പോയ സീസണിൽ അത്ര വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റിയില്ല. പുതിയ കോച്ച് സാബി അലോൺസോയുടെ കീഴിൽ ഇത്തവണ കിരീടങ്ങൾ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. മിഡ്ഫീൽഡിൽ ചില പ്രശ്നങ്ങളുണ്ട്, നമുക്ക് വേറെ വിശദമായിട്ട് പോഡ്കാസ്റ്റ് വീഡിയോയിൽ ചെയ്യേണ്ട വിഷയമാണ്. റയലിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം വളരെ ഹോപ്പ്ഫുള്ളായിട്ട് തന്നെയാണ് ടീമുള്ളത്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ മത്സരത്തിലെ വിജയം പ്രധാനമാണ്. കാരണം സീസണിന് മുന്നോടിയായിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും റയൽ മാഡ്രിഡിന് ലലീഗയിലെ പോരാട്ടങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ലലീഗയിൽ അവർക്ക് ആദ്യ മത്സരം വരുന്നത് ഓസാസുനയ്ക്കെതിരെയാണ്. ഓഗസ്റ്റ് 20 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ആ മത്സരമുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.